ഇതാണ് ആ സാധനം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച ഒരു ഹാങ്ങറാണ്, ഒരു ഹോൾഡറാണിത്. ഇത് എന്തിനാണെന്നറിയാമോ? സാധാരണഗതിയിൽ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരും, ബൈക്കിൽ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഹെൽമെറ്റും അല്ലെങ്കിൽ റെയിൻകോട്ടും ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് കയറി വരുന്ന വരാന്തയിൽ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ ഒന്നുകിൽ അവിടെ അങ്ങ് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയി ഡൈനിങ് ടേബിളിന്റെയോ അല്ലെങ്കിൽ മേശപ്പുറത്തോ ഏതെങ്കിലും ടേബിളിന്റെ മേളിലോ ഏതെങ്കിലും മൂലയ്ക്കോ ഇതിനെ ഒതുക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിനായിട്ട് പോകും. പക്ഷേ നനഞ്ഞതാണ് ഒരു പക്ഷേ ചെല്ലുന്നത്, അല്ലെങ്കിൽ നമ്മൾ താത്തു വയ്ക്കുന്ന സ്ഥലം ഏതാണെന്ന് പോലും തീർച്ചയായിട്ടും നോക്കാതെ നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഈ ഹെൽമെറ്റ് ഹോൾഡർ എന്ന് പറയുന്ന ഈ ഒരു സാധനം. ഇത് നമുക്ക് വീടിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും അതിനെ പിടിപ്പിച്ച് നമുക്ക് 2 ഹെൽമെറ്റോ 2-3 റെയിൻ കോട്ടുകളോ ഇതിനകത്ത് തൂക്കി ഭദ്രമായിട്ട് വെക്കാം. തുരുമ്പെടുക്കുന്നതല്ല, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഹെൽമെറ്റിനും കേടില്ല, നമ്മുടെ റെയിൻ കോട്ടിനും കേടുണ്ടാവുന്നില്ലാത്ത രീതിയിൽ ഈ സാധനം നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയണം. അപ്പോൾ ഇത് ഉറപ്പിച്ചു ഡ്രിൽ ചെയ്ത് പിടിപ്പിക്കാവുന്ന ഫിഷറും അതിനുള്ള സ്ക്രൂവും ഒക്കെ ഇതിൻ്റെ ഓടൊപ്പം നൽകുന്നതാണ്. നമ്മൾ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേ നമ്മുടെ ഹെൽമെറ്റ് എടുത്ത് നമുക്ക് ഭദ്രമായിട്ട് അതിനെ തൂക്കി വെക്കാം. ഹെൽമെറ്റ് തൂക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ റെയിൻ കോട്ട് അതും നമുക്ക് ഭദ്രമായിട്ട് വൃത്തിയായ നമുക്ക് തൂക്കിയിടാം. അത് കാറ്റടി കൊണ്ട് റെയിൻ കോട്ടും ഉണരും, അത് വൃത്തിയായിട്ട് ഉണങ്ങി അത് മാറും. അതുപോലെ തന്നെ ഹെൽമെറ്റിലെ വെള്ളമെല്ലാം തോന്നും, അത് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴത്തേക്ക് അത് റെഡി ആയിട്ടിരിക്കും. ഇതിപ്പോൾ 2 ഹെൽമെറ്റ് ഉണ്ട്, 2 പേരാണ് യാത്ര കഴിഞ്ഞ് വരുന്നതെങ്കിൽ 2 ഹെൽമെറ്റ് നമുക്ക് ഇടണം. 2 ഹെൽമെറ്റ് നമുക്ക് ഇതിൽ തൂക്കിയിടാം. ഇത് നമുക്ക് വീടിന്റെ ഭാഗത്ത് ഏതെങ്കിലും ഭാഗത്താണെങ്കിൽ അങ്ങനെ, അതല്ല കാർ പോർച്ചിലാണെങ്കിൽ അങ്ങനെ, അതുമല്ല നമുക്ക് വീട്ടിനുള്ളിലാണെങ്കിൽ നനയാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വീട്ടിനുള്ളിൽ കയറ്റി വയ്ക്കാം. നമ്മുടെ കതകിന്റെ ബാക്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗങ്ങളിൽ, അലമാരിയുടെ സൈഡിൽ ഒക്കെ നമുക്ക് ഇതുപോലെ പിടിപ്പിച്ചിട്ട് ഈ സാധനങ്ങൾ നമുക്ക് ഹെൽമെറ്റും അതുപോലെ റെയിൻകോട്ടും ഒക്കെ തൂക്കിയിടാൻ വളരെ നല്ലൊരു സാധനമാണ്. വളരെ ഉപയോഗപ്രദമായ ഒരു സാധനമാണ് ഇത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച ഈ ഒരു സാധനം, ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരു പീസിന് 190 രൂപയാണ്. 190 രൂപയാണ് ഇതിലൊരു പീസ്. ആവശ്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സാധനം കൊറിയർ ആയിട്ട് കേരളത്തിൽ ഇവിടെ എത്തുന്നതിന് 190 രൂപയാണ്. ആവശ്യമുള്ളവര് ഈ കാണുന്ന നമ്പരുമായി കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പിലെങ്കിൽ വാട്സാപ്പിൽ, കോൾ ചെയ്യുകയാണെങ്കിൽ കോൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, കമന്റുകൾ ഞങ്ങളെ അറിയിക്കണം. പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ നമസ്കാരം.